ഹായ്, ഇന്നലെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമാ വാർത്തയാണ്. പാട്രിയറ്റ് എന്ന സിനിമയെ തിയേറ്റർ ഉടമകൾ ബഹിഷ്കരിക്കുന്നു. പാട്രിയറ്റ് എന്ന സിനിമ ഏപ്രിൽ 23 റിലീസ് ചെയ്യാനുള്ള സിനിമയാണ്. അതിന്റെ എഗ്രിമെന്റ് ഒപ്പിടാൻ തിയേറ്റർ ഓണേഴ്സ് മടിക്കുന്നു, ഒപ്പിടില്ല എന്നുള്ള തരത്തിലാണ് സംസാരിക്കുന്നത്. എന്താണ് ശരിക്കുള്ള വിഷയം? ഇത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഒരു വിഷയമാണോ, അതോ സ്വാഭാവികമായിട്ട് വന്ന വിഷയമാണോ? പാട്രിയറ്റ് എന്ന സിനിമ വളരെ വലിയൊരു സിനിമയാണ്. 80 കോടി ബഡ്ജറ്റിലാണ് സിനിമ തുടങ്ങിയത്. അതായത് 80 കോടിയിൽ സിനിമ തീർക്കും എന്നുള്ള നിലയ്ക്കാണ് സിനിമ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു 140 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന്. തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ കളക്ഷനിലേക്ക് സിനിമ പോവേണ്ടതുണ്ട്. അതിനുവേണ്ടി ആൻഡോ ജോസഫ് തിയേറ്ററുകാർക്ക് ഒരു എഗ്രിമെന്റ് കൊടുക്കുന്നു. ആദ്യ ആഴ്ചയിലും രണ്ടാമത്തെ ആഴ്ചയിലും 60% ഷെയർ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ആൻഡോ ജോസഫ് തിയേറ്ററുകാർക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം. അതാണ് തിയേറ്ററുകാരെ ചൊടിപ്പിച്ചത്. അവർ എഗ്രിമെന്റിൽ ഒപ്പിടാൻ തയ്യാറാവാത്തത്. സാധാരണഗതിയിൽ ഒരു സിനിമ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ ആഴ്ച മാത്രമാണ് 60% ഷെയർ പ്രൊഡ്യൂസർക്ക് പോവുകയുള്ളൂ. രണ്ടാമത്തെ ആഴ്ചയിൽ 55% പ്രൊഡ്യൂസർക്ക് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ആഴ്ചയിൽ അത് 50% മാറും. ഇങ്ങനെയാണ് പൊതുവെ ചെയ്തു വരാറ്. പക്ഷെ ഇത് വലിയ സിനിമയായതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചയിലും രണ്ടാമത്തെ ആഴ്ചയിലും 60% ഷെയർ വേണമെന്നുള്ളതാണ് ആൻഡോ ജോസഫ് പറയുന്നത്. അത് തിയേറ്ററുകാർ സമ്മതിക്കുന്നില്ല, എഗ്രിമെന്റിൽ ഒപ്പിടില്ല എന്നുള്ളത് തന്നെയാണ് തിയേറ്ററുകാർ പറയുന്നത്. ആൻഡോ ജോസഫ് ഇതിനെക്കുറിച്ച് പറയുന്നു, ഇത് വലിയൊരു സിനിമയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന സിനിമയാണ്. ഫഹദും കുഞ്ചാക്കോ ബോബനും നയൻതാരയും എല്ലാം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇത് വലിയ സിനിമയായതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഇത്രയും ഷെയർ വേണം, അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമ്മൾക്ക് മുതലാവുകയുള്ളൂ എന്നുള്ള തരത്തിലാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂരും പറയുന്നുണ്ട്, ഇത് വലിയൊരു സിനിമയാണ്, എല്ലാ സിനിമയ്ക്കും ഇത്തരം ഷെയർ വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. 100 കോടിക്ക് മുകളിൽ വരുന്ന സിനിമകൾക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ വലിയ വലിയ സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തരത്തിലാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ ദൃശ്യം 3 ഏപ്രിൽ 2 റിലീസാണ്. പക്ഷെ ആ സിനിമയുടെ എഗ്രിമെന്റ് ആദ്യ ആഴ്ചയിൽ 60%, രണ്ടാമത്തെ ആഴ്ചയിൽ 55% എന്നുള്ള നിലയ്ക്കാണ്. എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ ബഡ്ജറ്റ് കുറവാണ്. പക്ഷേ പാട്രിയറ്റിനേക്കാളും ഒരുപാട് വലിയ ഹൈപ്പിലാണ് ദൃശ്യം 3 വരുന്നത്. അപ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഇവർ കൂടുതൽ ഷെയർ വേണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാലേ വലിയ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവൂ എന്നുള്ള തരത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാരം പാട്രിയറ്റ് എന്ന സിനിമയ്ക്ക് വിലക്ക് എന്നുള്ള നിലയ്ക്കാണ്. തീർച്ചയായും പാട്രിയറ്റ് എന്ന സിനിമയ്ക്ക് ഒരു വിലക്കും ഉണ്ടാവില്ല. സിനിമ 23 അതായത് ഏപ്രിൽ 23 തന്നെ റിലീസ് ചെയ്യും. ഒരു 5% ഷെയറിന് വേണ്ടി, അതായത് ഈ 5% എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. സിനിമ വലിയ വിജയമായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആഴ്ചയിലെ 5% എന്ന് പറയുന്നത് വലിയൊരു തുകയായിട്ട് വരും. പക്ഷെ അതിനുവേണ്ടി ആൻഡോ ജോസഫ് കടുംപിടുത്തം പിടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം റിലീസ് എങ്ങാനും മാറ്റിക്കഴിഞ്ഞാൽ, തിയേറ്ററുകാർ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആൻഡോ ജോസഫിന് വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ 140 കോടി എങ്ങനെയാണ് സിനിമയ്ക്ക് ബഡ്ജറ്റ് ആയത്? 80 കോടിക്ക് തീർക്കേണ്ട പടം എങ്ങനെ 140 കോടിയായി? ഇപ്പോൾ മോഹൻലാൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. മോഹൻലാൽ വന്നതുകൊണ്ട് ഒരുപക്ഷെ 100 കോടി വരെ ബഡ്ജറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് 140 കോടി ആയത്? സിനിമയുടെ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് സമയം നീണ്ടുപോയി. പല ആളുകളുടെയും അസൗകര്യം സിനിമയെ ബാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മമ്മൂട്ടിയുടെ അസുഖം, ഒരുപാട് കാലം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. അതൊക്കെ സിനിമയുടെ ബഡ്ജറ്റിനെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞതല്ല, സ്വാഭാവികമായിട്ടും സംഭവിച്ച കാര്യമാണ്. ഒരു സിനിമ ഒരു ദിവസം നീണ്ടുപോയി കഴിഞ്ഞാൽ ചിലവ് അതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഷൂട്ടിംഗ് നീണ്ടുപോയത് കൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഇത്രയും ബഡ്ജറ്റ് വന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കേണ്ട സിനിമകളാണ് ഈ പറയുന്ന ആട് 3യും ദൃശ്യം 3യും അതുപോലെ പാട്രിയറ്റ് എന്ന സിനിമകളെല്ലാം. ഈ സിനിമകളെല്ലാം തിയേറ്ററുകാർക്ക് വലിയ ലാഭവും നേടിക്കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഏപ്രിൽ 23 സിനിമ റിലീസിനുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. തിയേറ്ററുകാർ എന്തായാലും ഈ 60% കരാറിൽ ഒപ്പുവയ്ക്കാൻ പോകുന്നില്ല. അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയ്ക്ക് കരാർ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സിനിമകൾ ഈ രീതിയിൽ കൊണ്ടുവരും. ഞങ്ങൾക്കും വേണം രണ്ടാമത്തെ ആഴ്ചയിലും 60% എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതില്ലാതാക്കാൻ തിയേറ്ററുകാർ ഒരിക്കലും ഈ സിനിമയ്ക്ക് രണ്ടാമത്തെ ആഴ്ചയിലും 60% എന്നുള്ള ഒരു കാര്യം സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സിനിമ റിലീസാവട്ടെ. മലയാളത്തിൻ്റെ മഹാനടന്മാരായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന സിനിമയാണ്. അവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഏപ്രിൽ 23 അവർ രണ്ടുപേരും പാട്രിയറ്റുമായി നമ്മൾക്ക് മുന്നിൽ വരട്ടെ. സിനിമ ഗംഭീരമാവട്ടെ. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.